തൃശ്ശൂർ ജില്ലയിൽ പുതിയ 4 തിയേറ്ററുകളും 2 ഷോപ്പിംഗ് മാളുകളുമാണ് തുറക്കാനായിട്ട് പോകുന്നത്. അതും 1 by 1 ആയിട്ട് പുതിയ പുതിയ തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ ഇങ്ങനെ തുറക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗെറ്റ് റെഡി തൃശ്ശൂർ. നിങ്ങൾക്ക് ഒരുപാട് തിയേറ്ററുകൾ വരാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ നാട്ടിൽ. ഞാനേ ഈ 4 തിയേറ്ററുകളെ ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കിയ സമയത്ത് എനിക്കൊരു ലവിൻ്റെ ഷേപ്പാണ് കിട്ടിയത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, തൃശ്ശൂരുകാർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതിന് ഗൂഗിൾ മാപ്പ് പറയേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് ആക്റ്റീവായിട്ട് തിയേറ്റർ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ആ പഴയ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് തൃശ്ശൂർ പെരിങ്ങൂട്ടുകര ദേവാ സിനിമാസിൽ പോയ സമയത്ത് അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഒരു സഹകരണമൊക്കെ പൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അപ്പം നല്ല ആൾക്കാരാണ് തൃശ്ശൂർ. പിന്നെ നമ്മൾ ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2-3 വർഷമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പുതിയ പുതിയ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു സ്ഥലത്ത് പോലും ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും തിയേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സ് ഒന്നും തന്നെ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം ഏതാണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ഇറങ്ങുന്നത് മിക്കതും മിനിമം ഒരു 2 സ്ക്രീനെങ്കിലും ഒരു തിയേറ്ററിൽ ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല മാറ്റം തന്നെയാണ് കേട്ടോ. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററുകളും ഗംഭീരമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണം കൂടുമ്പോൾ ചില തിയേറ്ററുകാർ ചില പ്രത്യേക പർട്ടിക്കുലർ തിയേറ്ററുകാർ സ്ക്രീനിൻ്റെ സൈസ് ഇങ്ങനെ കുറയ്ക്കാനായിട്ടുണ്ട്. അതാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂരിൽ ഏതൊക്കെ തിയേറ്ററുകളാണ് പുതുതായിട്ട് തുറക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുന്നംകുളത്തിനടുത്ത് വയലത്തൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പുതിയൊരു തിയേറ്റർ വരുന്നുണ്ട്. തിയേറ്ററിൻ്റെ പേര് ബി സിനിമാസ്. ഇപ്പോൾ എവിടെ തിയേറ്റർ ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറേ അധികം മെസ്സേജുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി കുറേ ആൾക്കാർ വിത്ത് ഫോട്ടോസ് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയ സമയത്തെ അതിനകത്ത് നമ്മുടെ ഈ ഒരു ബി സിനിമാസിൻ്റെ ലോഗോയുടെ താഴെ അവരുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, സെലിബ്രേറ്റ് ദ കളർ ഓഫ് സൗണ്ട്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ശബ്ദത്തിൻ്റെ നിറം ആഘോഷിക്കുക. അത് നമ്മൾ ഫ്രേസായിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ റിച്ച്നെസ് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. മിക്കവാറും ഇവിടുത്തെ സൗണ്ട് വേറെ ലെവലായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാഗ് ലൈനകത്ത് അവർ ഉപയോഗിച്ചേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടല്ലോ, അത് COLOR എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ US ഇംഗ്ലീഷിലാണ് നമ്മൾ ഈ ഒരു സ്പെല്ലിംഗ് യൂസ് ചെയ്യുന്നത്. UK ആകുമ്പോഴത്തേക്ക് അതിനകത്തൊരു യു കൂടെ എക്സ്ട്രാ ആഡ് ആവും. അമേരിക്കൻ കമ്പനിയാണെന്ന് തോന്നുന്നു കേട്ടോ. അമേരിക്കൻ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നതെന്ന് തോന്നും. ഓക്കെ, എന്തായാലും എനിവേ ജസ്റ്റ് കണ്ടപ്പോൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തിയേറ്ററിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വൈറ്റ് കളർ ബിൽഡിങ്ങിൽ ഒരു റെഡ് ഡിസൈനാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നല്ല രസമുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ മൊത്തം 2 സ്ക്രീനാണ് വരുന്നത്. ഈ 2 സ്ക്രീനും കൂടെ ചേർത്ത് ഏതാണ്ട് 500 സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഇവിടുത്തെ സ്ക്രീൻ 1 ആണ് കിടിലം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെയാണ് 4K RGB ലേസർ പ്രൊജക്ഷൻ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. യെസ്, അങ്ങനെ പുതിയൊരു തിയേറ്ററിൽ കൂടെ ഡോൾബി അറ്റ്മോസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം 300 സീറ്റിംഗ് കപ്പാസിറ്റി ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളെ പൊതുവെ ഒന്ന് നോക്കിയേ, ഈ ഒരു 250-300 സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നമുക്കൊരു വലിയ തിയേറ്റർ ഹോള് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സ്ക്രീനിൻ്റെ വലിപ്പം അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ക്രീൻ 1 നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് മാത്രമല്ല, സെക്കൻഡ് സ്ക്രീനും നിരാശപ്പെടുത്തില്ല. അവിടെ ഏതാണ്ട് ഒരു 200ഓളം സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾ പൊതുവെ നോക്കിക്കോ, 300, 250, 200 വരെയൊക്കെ ഓക്കെ ആണ്. പിന്നെ ഈ 200 താഴോട്ട് പോകുമ്പോഴാണ് ചില തിയേറ്ററുകൾ സ്ക്രീനിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് ചെറുതാക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാത്ത, ഇപ്പോൾ നമ്മൾ മുംബൈയിലും ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോഴേ ചില മൾട്ടിപ്ലക്സ് തിയേറ്ററിലൊക്കെ നോക്കുന്ന സമയത്ത് സീറ്റിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 150 സീറ്റൊക്കെ ആണെന്നുള്ളൂ. പക്ഷേ സ്ക്രീനിൻ്റെ സൈസ് നല്ലപോലെ ഉണ്ടാവും. അത് അവർ ആ രീതിക്കാണ് ആ ഒരു ഓഡിറ്റോറിയം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തിയേറ്ററുകൾ വരുവാണെന്നുണ്ടെങ്കിൽ പൊളിയാണ്. അവിടെ നമുക്ക് സീറ്റിൻ്റെ എണ്ണം ഒരു വിഷയമേ അല്ല. പക്ഷേ പൊതുവേ നമ്മൾ സീറ്റിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും സ്ക്രീനിൻ്റെ സൈസ് ഇങ്ങനെ കൂടാറുണ്ട്. അതങ്ങനെ തന്നെ വേണമല്ലോ. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു വലിപ്പം ഇങ്ങനെ കൂടുകയാണല്ലോ. യെസ്, അപ്പോൾ ഈ സെക്കൻഡ് സ്ക്രീനിൽ പക്ഷേ 2K 7.1 ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വയലത്തൂരുള്ള ആൾക്കാർക്ക് ഒരു കിടിലം ഗംഭീര തിയേറ്റർ വരികയാണ്. ഇനി നമ്മൾ പോകുന്നത് വയലത്തൂരിൽ നിന്നും നേരെ അങ്ങ് പാവറട്ടിയിലോട്ടാണ് പോകുന്നത്.
പാവറട്ടിയിൽ പുതിയ ഒരു 2 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിൻ്റെ പേര് VKG സിനിമാസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചൊരു 1-2 വർഷമായിട്ട് ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഫൈനൽ സ്റ്റേജിലെത്തി. ഓൾമോസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. ഞാൻ ഈ പറയാൻ പോകുന്ന 4 തിയേറ്ററുകളിൽ മിക്കവാറും ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു VKG സിനിമാസ് തന്നെ ആയിരിക്കും. അപ്പോൾ പാവറട്ടിയിലുള്ള ആൾക്കാർക്കും ഒരു കിടിലൻ തിയേറ്റർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന തിയേറ്ററാണ് നമ്മുടെ കുട്ടനല്ലൂർ ബൈപ്പാസിനടുത്തുള്ള ഹൈലൈറ്റ് മാളും അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പലാക്സി സിനിമാസും. ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പിംഗ് മാളും തിയേറ്ററും ഒരുമിച്ച് ഓപ്പൺ ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മിനിമം ഒരു 6 സ്ക്രീൻ അല്ലെങ്കിൽ 5 സ്ക്രീൻ എങ്കിലും ഈ ഒരു തിയേറ്ററിൽ കാണും. പിന്നെ ഇവർ ഭയങ്കര സീക്രട്ടായിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഒരു ഡീറ്റെയിൽസ് പോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് ഇങ്ങനെ അല്ലായിരുന്നു. കോഴിക്കോട് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഒക്കെ അവർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കിട്ടാത്തതുകൊണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് അങ്ങ് പെരുമ്പിലാവാണ് കേട്ടോ. ഈ പെരുമ്പിലാവിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ളത്. ഞാൻ ഈ പറയാൻ പോകുന്ന ഷോപ്പിംഗ് മാൾ നമ്മുടെ ഫാൽക്കൺ മാളാണ് പെരുമ്പിലാവ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ മുമ്പ് ചെയ്തതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് ഒരു 2.5 ലക്ഷം ആൾക്കാരിന് മുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെരുമ്പിലാവ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലല്ലേ? ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ, തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ പറയുന്നത് ഇത് തൃശ്ശൂരല്ല, ഇത് പെരുമ്പിലാവാണ്, പെരുമ്പിലാവ് എന്ന് പ്രത്യേകം പറയണം, അങ്ങനെയൊക്കെ. അതായത് തൃശ്ശൂർ വേറൊരു രാജ്യം, പെരുമ്പിലാവ് വേറൊരു രാജ്യം, ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ തൃശ്ശൂർ ജില്ലയിൽ പോലും അവർ ആ ഒരു കൺസിഡറേഷൻ അവരുടെ തലയിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എനിവേ എന്തായാലും നമ്മുടെ പെരുമ്പിലാവ് പുതിയ ഫാൽക്കൺ മാൾ വരുന്നു. അവിടെ നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു 3 സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും മാജിക് ഫ്രെയിംസ് കിടിലൻ സ്പെക്ക് തന്നെ കൊടുക്കും. കാര്യം അവർ ഈ പുതിയ ഷോപ്പിംഗ് മാളിൽ വരുന്ന തിയേറ്ററുകൾക്കൊക്കെ അടിപൊളി സ്പെക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗംഭീര തിയേറ്റർ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ പെരുമ്പിലാവുകാർക്കും തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവുകാർക്കും ഒരു കിടിലൻ തിയേറ്ററാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഈ 4 തിയേറ്ററുകൾ കൂടാതെ ഒരു തിയേറ്ററും കൂടെ ഇങ്ങനെ അണ്ടർ റെനോവേഷനിലാണ്. അത് പുതിയ തിയേറ്റർ അല്ല, നമ്മുടെ ഗവൺമെൻറ് തിയേറ്റർ അറിയാലോ, തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്റർ റെനോവേഷന് കയറാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോഴും പെട്ടിലിരിക്കുകയാണ്, ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് വായിക്കുക കേട്ടോ.